ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു തോരനാണ് കാണിക്കുന്നത്. ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു തോരൻ. ഇത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തയ്യാറാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും എന്നാൽ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്നതുമായ ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മധുരം ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടമാവില്ല. എന്നാലും ഇത് ഈ രീതിയിൽ ഞാനിപ്പോൾ വെക്കാൻ പോകുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇത് ഞാൻ ഒരു 2-3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചെറുതായിട്ട് അരിയുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. പച്ചമുളക് ഇതിന് ഞാൻ ഇടുന്നില്ല. പകരം നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം. തന്നെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കടുകിടണം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തോരനാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ലാസ്റ്റിൽ ഇടാനുള്ള തേങ്ങ വേണം. അപ്പം ഞാൻ തേങ്ങ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. ആ സമയം കൊണ്ട് ഇത് ഒന്ന് 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് സമയവും മതി. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ക്യാരറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഇതേ രീതിയിൽ തോരൻ വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ ഇതിന് മുന്നേ ഒരു ബീറ്റ്റൂട്ടിൻ്റെ തോരൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇത്ര സമയമൊക്കെ മതി കേട്ടോ ക്യാരറ്റ് വേവാൻ. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി ചേർക്കാം. ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വെക്കാം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയിട്ടുണ്ടാക്കുക. അല്ലാതെ വലിയവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മാത്രം മുളക് പൊടി ചേർക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർക്ക് ചിലപ്പോൾ ഇത്ര എരിവൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. അതിന് ശേഷം തേങ്ങ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തു തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ചോറിൻ്റെ കൂടെ കഴിക്കാം. ചിലരൊക്കെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാറുണ്ട്. അപ്പോൾ ഏത് കറികളാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വളരെ രുചികരമായ ക്യാരറ്റ് തോരൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ
അപ്പോൾ നിങ്ങളും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുളക് ഇടണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി പതുക്കെ ചോറിൻ്റെ കൂടെ കഴിച്ചു തുടങ്ങട്ടെ. വീണ്ടും കാണുന്നതിന് വരെ ബൈ ബൈ.